Good morning, dear students. How are you all? Again, we are going to our another online classroom on our textbook Methodology of Humanities. We are in our last classes we discussed about the language and gender, the language and race. Now, today we are going to study about the language and colonialism. Okay, let's go to the class. Language and colonialism. ഭാഷയും കോളനിവൽക്കരണം. The civilizing mission of the British during colonialization led to the imposition of the English language in the courts of law, administration, commerce, education, and development. സിവിലൈസിംഗ് മിഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ഡ്യൂറിങ് കൊളോണിയലൈസേഷൻ നടക്കുന്നത് കോളനിവൽക്കരണം ഇന്ത്യ അടക്കമുള്ള പല നാടുകളും കോളനിവൽക്കരണം നടക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ സിവിലൈസിങ് മിഷൻ മീൻസ് എല്ലാവരെയും സിവിലൈസ് ചെയ്യുക എന്നുള്ള അവരുടെ ഉദ്യമം അതെന്ത് ചെയ്തു ലെഡ് ടു ദ ഇമ്പോസിഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഭാഷയെ അവർ ഇമ്പോസ് ചെയ്യുന്നതിലേക്ക് നയിച്ചു ചുമത്തുന്നതിലേക്ക് നയിച്ചു ഇൻ ദി കോഡ്സ് ഓഫ് ലോ നിയമ സംവിധാനങ്ങളിൽ കോടതി പോലുള്ള നിയമ സംവിധാനങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കാര്യനിർവാഹക സംവിധാനങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാം കൊമേഴ്സിൽ എഡ്യൂക്കേഷനിൽ ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാത്തിലും അവർ ഇംഗ്ലീഷിൻ്റെ ഒരു സ്വാധീനം ഇമ്പോസിഷൻ അവർ നടത്തിയെന്നത് ഇംഗ്ലീഷിനെ കൊണ്ടുവന്നു എന്നർത്ഥം. ബിഫോർ ദിസ് Orientalists learned the local languages and translated the traditional texts in English. ഇതിന് മുമ്പേ ഓറിയൻ്റലിസ്റ്റുകൾ ലേൺഡ് ദ ലോക്കൽ ലാംഗ്വേജസ് അവർ ഈ പ്രാദേശികമായ പല ഭാഷകളെയും അവർ പഠിച്ചെടുത്തു ആൻഡ് ട്രാൻസ്ലേറ്റഡ് ട്രഡീഷണൽ ടെക്സ്റ്റ്സ് ഇൻ ടു ഇംഗ്ലീഷ്. അങ്ങനെ അവർ അവിടെയുള്ള ആ ഒരു പാരമ്പര്യ ടെക്സ്റ്റുകൾ എന്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് കേരളത്തിൽ വന്നിട്ട് കേരളത്തിൻ്റെ മലയാള ടെക്സ്റ്റുകൾ പലതും പഠിച്ചെടുത്ത് പല പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ അവർ പഠിച്ചിട്ട് എന്ത് ചെയ്തു അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. Orientalists like William Jones discovered that Sanskrit was probably related to the European languages, after which it came to be considered as a sister language rather than a subaltern language. ഓറിയൻ്റലിസ്റ്റുകൾ പോലെ ഇതുപോലുള്ള വില്യം ജോൺസിനെ പോലുള്ള ഓറിയൻ്റലിസ്റ്റുകൾ അവർ കണ്ടെത്തിയ ഒരു കാര്യം സംസ്കൃത ഭാഷ എന്നുള്ളത് പ്രോബബ്ലി റിലേറ്റഡ് ടു ദ യൂറോപ്യൻ ലാംഗ്വേജസ്. അതിന് വലിയൊരു സാധ്യത അതിനൊരു ബന്ധം ഉണ്ട് എന്തുമായിട്ട് യൂറോപ്യൻ ലാംഗ്വേജുമായിട്ട്. ആഫ്റ്റർ വിച്ച് ഇറ്റ് കെയിം ടു ബി കൺസിഡേർഡ് അതിനുശേഷം അങ്ങനൊരു കണ്ടെത്തിയതിന് ശേഷം ആ ഒരു കണ്ടെത്തലിന് ശേഷം അവരതിനെ കൺസിഡർ ചെയ്തത് ആസ് എ സിസ്റ്റർ ലാംഗ്വേജ് ഒരു സഹോദര ഭാഷയായിട്ടാണ് റാദർ ദാൻ എ സബാൾട്ടൻ ഒരു താഴ്ന്ന ഭാഷ എന്നതിനപ്പുറം ഒരു ഇംഗ്ലീഷിൻ്റെ സഹോദര ഭാഷയായിട്ട് എന്ത് ചെയ്തു സംസ്കൃതത്തെ അവർ പരിഗണിച്ചു എന്നർത്ഥം. It spurred inquiry into the genetic relationships of the daughter languages of Sanskrit by scholars and missionary grammarians of all sorts. It spurred inquiry, അത് അന്വേഷണം വ്യാപിപ്പിച്ചു into the genetic relationships of the daughter languages. ജനിതകമായിട്ടുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭാഷകൾ തമ്മിലുള്ള തുടക്കത്തിലെ അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഓഫ് ഡോട്ടർ ലാംഗ്വേജസ് ഇത്തരം സഹോദര ഭാഷകൾ തമ്മിൽ ഓഫ് സംസ്കൃത് അതായത് സംസ്കൃതത്തിൻ്റെ ഡോട്ടർ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് മലയാളം പോലുള്ള തമിഴ് പോലുള്ള പല ഭാഷകളും അതിൻ്റെ ശേഷം ഉണ്ടായിട്ടുള്ള അത്തരം ഭാഷകളുടെ ബന്ധത്തെ അതിൻ്റെ ജനറ്റിക് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ അന്വേഷിച്ചു. ബൈ സ്കോളേഴ്സ് ആൻഡ് മിഷനറി ഗ്രാമറിയൻസ് ഓഫ് ഓൾ സോർട്സ് ആര് വഴി ബൈ സ്കോളേഴ്സ് പണ്ഡിതന്മാരും ആൻഡ് മിഷനറി ഗ്രാമറിയൻസ് ഓഫ് ഓൾ സോർട്സ് എല്ലാ തരത്തിലുള്ള മിഷനറി ഗ്രാമറിയൻസിനെയും വെച്ചുകൊണ്ട് നടത്തും. ഇറ്റ് എൻകറേജ്ഡ് efforts to standardize and modernize Indian vernaculars for use in the administration of the East India Company and post-mutiny of British India, and it legitimized the status and aspirations of certain languages and discouraged the hopes of others. അപ്പോൾ ഇതേ പ്രേരകമായി ഇതിലേക്ക് എഫോർട്സ് ടു സ്റ്റാൻഡേർഡൈസ് ആൻഡ് മോഡേണൈസ് ഇന്ത്യൻ വെർണാക്കുലേഴ്സ് ഇന്ത്യയിലെ സാധാരണ പ്രാദേശിക ഭാഷാ രീതികൾ എന്ത് ചെയ്യാൻ ഒന്നുകൂടി ഒന്നുകൂടി പരിഷ്കരിക്കാനും ആൻഡ് മോഡേണൈസ് ഒന്നുകൂടെ അതിനാധുനികവൽക്കരിക്കാനും ഒരു പ്രേരകമായി ഓഫ് ദ ഈസ്റ്റ് എന്തിനു വേണ്ടി
ഫോർ യൂസ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണനിർവാഹ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ. ആൻഡ് പോസ്റ്റ് മ്യൂട്ടിനി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, അതായത് പോസ്റ്റ് മ്യൂട്ടിനി ആണ്, മ്യൂട്ടിനി മീൻസ് ലഹളക്ക് ശേഷം ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ. ആൻഡ് ഇറ്റ് ലെജിറ്റിമൈസ്ഡ് ദ സ്റ്റാറ്റസ് ആൻഡ് എസ്പിറേഷൻസ് ഓഫ് സർട്ടൻ ലാംഗ്വേജസ്. ഇതെന്ത് ചെയ്തു, ഈ ഒരു കാര്യം ലെജിറ്റിമൈസ്ഡ്, അത് നിയമവൽക്കരിച്ചു എന്നർത്ഥം, അംഗീകൃതമാക്കി. ദ സ്റ്റാറ്റസ് ആൻഡ് എസ്പിറേഷൻസ്, അതിൻ്റെ നിലവിലെ സ്ഥാനവും അതിൻ്റെ എസ്പിറേഷൻസ്, അതിൻ്റെ ഒരു താല്പര്യവും ഓഫ് സർട്ടൻ ലാംഗ്വേജസ് ആൻഡ് ഡിസ്കറേജ് ദ ഹോപ്സ് ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞാൽ ചില ഭാഷകളെ മാത്രം അതിൻ്റെ താല്പര്യങ്ങളെ അത് ലെജിറ്റിമൈസ് ചെയ്തു പറഞ്ഞാൽ നിയമവൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ ഓക്കെയാണ്, ഏറ്റവും നല്ല ഭാഷകളാണെന്ന് അവർ അംഗീകരിച്ചു കൊടുത്തു. മറ്റു പല ഭാഷകളും എന്ത് ചെയ്തു, അതിനെ പ്രതീക്ഷകളൊക്കെ അവർ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ലിംഗ്വിസ്റ്റ്സ് വെർ ഫോഴ്സ്ഡ് ടു മേക്ക് ഡെസിഷൻസ് ഓഫ് വേരിയസ് സോർട്സ് അബൌട്ട് വാട്ട് വെർ റിയൽ ലാംഗ്വേജസ് ആൻഡ് വാട്ട് വെർ മിയർ ഡയലക്ട്സ്. ഭാഷാശാസ്ത്രജ്ഞർക്ക്, ഭാഷാ വിദഗ്ധർക്ക് അവർ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി ഇതിനു വേണ്ടി ടു മേക്ക് ഡെസിഷൻസ് ഓഫ് വേരിയസ് സോർട്സ്, ചില തീരുമാനങ്ങൾ എടുക്കാൻ. വേരിയസ് സോർട്സ് അബൌട്ട് വാട്ട് വെർ റിയൽ ലാംഗ്വേജ്, ഏതാണ് യഥാർത്ഥ ഭാഷകൾ, ആൻഡ് വാട്ട് വെർ മിയർ ഡയലക്ട്സ്, ഏതാണ് വെറും ഡയലക്റ്റുകൾ, ഒരു പദപ്രയോഗങ്ങൾ മാത്രമായിട്ടുള്ള ഭാഷകൾ എന്നുള്ളതിനെ തരംതിരിക്കുന്നതിനേക്ക് നിർബന്ധിതരായവരെ ലിംഗ്വിസ്റ്റുകൾ എന്നർത്ഥം, ഇത്തരം ഒരു സാഹചര്യം കൊണ്ട്. ദോ ജോൺസ് ആൻഡ് അതർ ഓറിയൻ്റലിസ്റ്റ്, അതേസമയത്തും ജോൺ അതേപോലെ മറ്റ് ചില ഓറിയൻ്റലിസ്റ്റുകളും പ്രൈസ്ഡ് സംസ്കൃത് ഫോർ ഇറ്റ്സ് വണ്ടർഫുൾ സ്ട്രക്ചർ, അവരെ സംസ്കൃതത്തെ പുകഴ്ത്തി പറഞ്ഞു. എന്തിനു വേണ്ടി, അതിൻ്റെ സ്ട്രക്ചറിനെ പുകഴ്ത്തി പറഞ്ഞവർ. പ്രൈസ്ഡ് സംസ്കൃത് ഫോർ ഇറ്റ്സ് വണ്ടർ, അതിന് ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ളൊരു ഘടനയുണ്ടെന്ന് അവർ പറഞ്ഞു. മോർ പെർഫെക്റ്റ് ദാൻ ഗ്രീക്ക് ആൻഡ് എത്രത്തോളം എന്നാൽ ഗ്രീക്കിനേക്കാളും ലാറ്റിനേക്കാളുമുള്ള ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടർഫുൾ സ്ട്രക്ചർ അതിനുണ്ട് എന്ന് അവരതിനെ പുകഴ്ത്തി പറഞ്ഞു. ദീസ് സെൻറ്റിമെൻറ്റ്സ് വെർ നോട്ട് ഷെയർഡ് ബൈ ദ ആംഗ്ലിസിറ്റ്സ് ഹൂ കെയിം ലേറ്റർ. പിന്നീട് വന്ന ആംഗ്ലിസിറ്റുകൾ ഒരിക്കലും എന്ത് ചെയ്തില്ല, ആംഗ്ലിസിറ്റുകൾ ഒരിക്കലും ഇത്തരം സെൻറ്റിമെൻറ്റുകൾ അവർ ഷെയർ ചെയ്യുകയുണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഈ ഗ്രീക്ക് ചില ജോൺസിനെ പോലുള്ള ഓറിയൻ്റലിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സംസ്കൃതത്തെ ഒന്ന് പ്രൈസ്, അതിനെ ഒന്നുകൂടി ഉഷാറാണ് സംസ്കൃതം എന്ന് അവർ പരാമർശിച്ചിട്ടുണ്ട്. Missionary activity on behalf of other Indian languages led to interest in vernacular languages since it is impossible to save souls and otherwise evangelize a population if their language is not known, especially in the Protestant approach. മിഷനറി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മിഷനറീസ്, ബ്രിട്ടീഷുകാർ ഇവിടെ കോളനിവൽക്കരണം നടത്തുന്നതിൽ പ്രധാനമായിട്ട് പങ്കുവഹിച്ചത് ആദ്യം അവരുടെ മിഷനറി പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത്തരം മിഷനറി ആക്ടിവിറ്റി ഓൺ ബിഹാഫ് ഓഫ് അതർ ഇന്ത്യൻ ലാംഗ്വേജസ്, എന്തിനു വേണ്ടി, മറ്റുള്ള ഇന്ത്യൻ ലാംഗ്വേജുകൾക്ക് വേണ്ടിയുള്ള അവരുടെ മിഷനറി ആക്ടിവിറ്റി ലെഡ് ടു ഇൻട്രസ്റ്റ് ഇൻ ദി വേർണക്കുലർ ലാംഗ്വേജസ്, അവരുടെ താല്പര്യം ജനിപ്പിച്ച് എന്തിലേക്കുള്ള വേർണക്കുലർ ലാംഗ്വേജസ്, ഈ ഓരോ പ്രാദേശിക ഭാഷകളിലേക്കുള്ള ഒരു താല്പര്യം അവർക്ക് ജനിപ്പിച്ചു. സിൻസ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സേവ് സോൾസ് ആൻഡ് അതർവൈസ് ഇവാഞ്ചലൈസ് എ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അവർ എന്തിന് ഈ ഭാഷകൾ പഠിക്കുന്നതിന് ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ അവർ മനസ്സിലാക്കിയത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സേവ് സോൾസ്, ഒരു ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് ഓരോ ആത്മാക്കളെയും രക്ഷപ്പെടുത്തുക എന്നുള്ളത് അസാധ്യമാണ്. ആൻഡ് അതർവൈസ് ഇവാഞ്ചലൈസ് എ പോപ്പുലേഷൻ ഇഫ് ദർ ലാംഗ്വേജസ്, അതായത് ഒരു പോപ്പുലേഷൻ്റെ, ഒരു ജനതയുടെ ഭാഷ അറിയില്ല എങ്കിൽ അവരെ നേരിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അവരെ ശുദ്ധീകരിക്കുക, ഇവാഞ്ചലൈസ് എന്ന് പറഞ്ഞാൽ അവരെ സുവിശേഷവൽക്കരിക്കുക, ക്രിസ്ത്യൻ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരാശയത്തോടു കൂടി അവർ അതിന് കൂടുതൽ പ്രാദേശിക ഭാഷകൾ പഠിച്ചെടുക്കുക എന്നുള്ളൊരു ആശയം അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി. അവർക്ക് തിരിച്ചറിഞ്ഞത് അതർവൈസ് ഇവാഞ്ചലൈസ് എ പോപ്പുലേഷൻ ഓഫ് ദർ ലാംഗ്വേജസ് നോട്ട് നോൺ, എസ്പെഷ്യലി ഇൻ ദ പ്രൊട്ടസ്റ്റൻ്റ്, അതായത് പ്രൊട്ടസ്റ്റൻ്റുകാരാണ് കൂടുതൽ ആ ഒരു സമീപനം വെച്ച് പുലർത്തിയത് എന്നർത്ഥം. Thus began the tradition of the missionary grammarian. The English-educated divine whose classical education in Greek, Latin, and often Hebrew had prepared them to absorb new languages. അങ്ങനെ began the tradition of missionary grammarian എന്നുള്ളൊരു ടീം, ഒരു പാരമ്പര്യം അവരിലുണ്ടായി എന്ന് പറഞ്ഞാൽ ഈ മിഷനറി ആക്ടിവിറ്റി നടത്തുന്നവർക്കിടയിൽ ഒരു ഗ്രാമറിയൻസ്,
ഗ്രാമർ പഠിപ്പിക്കുന്നവരായിട്ടുള്ള ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഡിവൈൻ, അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള പരിശുദ്ധരായ ആളുകൾ. പോസ്റ്റ് ക്ലാസിക്കൽ എഡ്യൂക്കേഷൻ, അവരുടെ പൗരാണികമായിട്ടുള്ള വിദ്യാഭ്യാസം ഏതുപോലെ ഗ്രീക്കിൽ, ലാറ്റിനിൽ ആൻഡ് ഓഫൻ ഹീബ്രു ഭാഷയിലൊക്കെയുള്ള വിദ്യാഭ്യാസം ഹാഡ് പ്രിപ്പേർഡ് ദം, അതവരെ തയ്യാറാക്കി ടു അബ്സോർബ് ന്യൂ ലാംഗ്വേജ്, പുതിയ ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള പുതിയ ഭാഷകളെ പഠിച്ചെടുക്കുന്നതിന് അവർക്കുണ്ടായിരുന്ന പഴയ ക്ലാസിക്കൽ എഡ്യൂക്കേഷനൊക്കെ എന്തായി, സഹായകമായി. ദ ലിസ്റ്റ് ഈസ് ടു ലോങ് ടു ഈവൻ ബിഗിൻ ടു മെൻഷൻ, ഇതിൻ്റെ ലിസ്റ്റുകൾ വളരെ നീണ്ടു കിടക്കുന്നതാണ്. ടു ഈവൻ ബിഗിൻ ടു മെൻഷൻ സൂചിപ്പിക്കുന്നതിൽ പോലും. ബട്ട് ഫോർ ഈച്ച് ലിറ്റററി ലാംഗ്വേജ്, ഓരോ സാഹിത്യ ഭാഷകളെ സംബന്ധിച്ചും, ആൻഡ് ഫോർ മെനി നോൺ ലിറ്റററി വൺസ് ആസ് വെൽ, അതുപോലെ തന്നെ പല സാഹിത്യമല്ല നോൺ ലിറ്റററി ആയിട്ടുള്ള ഭാഷകളെ സംബന്ധിച്ചും, ദ 19th century ലെഡ് ടു ദ പബ്ലിക്കേഷൻ ഓഫ് ഗ്രാമർ ബുക്സ് എന്ന് പറഞ്ഞാൽ പല സാഹിത്യ ഭാഷകളിലും അതല്ലാത്ത ഭാഷകളിലും ഒരുപാട് ഗ്രാമർ ബുക്സുകളുടെ പബ്ലിക്കേഷനിലേക്ക് ഈ നൂറ്റാണ്ട് കൊണ്ടെത്തിച്ചു. ആൻഡ് ഡിക്ഷണറീസ്, ഗൈഡ് ബുക്സ്, അതേപോലെ ഡിക്ഷണറികളും ഗൈഡ് ബുക്കുകൾ, ഈ ഭാഷകൾ പഠിക്കുന്നതിനുള്ള ഗൈഡ് ബുക്കുകളിലേക്ക് പബ്ലിക്കേഷനിലേക്ക് ഈ 19ാം നൂറ്റാണ്ടിൽ ഇത്തരം സംഗതികളെ നയിച്ചു എന്നുള്ളതാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ ദ മെക്കാളെ മിനിറ്റ് ആൻഡ് ഇമ്പോസിഷൻ ഓഫ് ഇംഗ്ലീഷ്. മെക്കാളെ മിനിറ്റ്, ലോർഡ് മെക്കാളയുടെ മിനിറ്റ്, അദ്ദേഹത്തിൻ്റെ കുറിപ്പ്, ലോർഡ് മെക്കാളെ മിനിറ്റ് എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. ആൻഡ് ഇമ്പോസിഷൻ ഓഫ് ഇംഗ്ലീഷ്. സിമൾട്ടാനിയസ്ലി വിത്ത് ദിസ് ആക്ടിവിറ്റി വി ഹാവ് ദ ഡെവലപ്മെൻറ്റ്, ഈ ഒരു സമയം തന്നെ വിത്ത് ദിസ് ആക്ടിവിറ്റി മീൻസ് ഈ ഒരു ഇംഗ്ലീഷിനെ ഉഷാറാക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റി, വി ഹാവ് ഡെവലപ്മെൻറ്റ് ഓഫ് അനദർ പോയിൻ്റ് ഓഫ്, മറ്റൊരു തരത്തിലുള്ള പോയിൻ്റ് ഓഫ് വ്യൂ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. വിച്ച് ഇവൻച്വലി ലെഡ് ടു ദ മൊമെൻറ്റസ് ഡെസിഷൻ ടു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രവർത്തനത്തിലൂടെ വിച്ച് ഇവൻച്വലി ലെഡ് ടു ദ മൊമെൻറ്റസ് ഡെസിഷൻ, ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് അത് അവസാനം നയിക്കുകയുണ്ടായി. എന്തിനു വേണ്ടി? ടു പ്ലേസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എബവ് എഡ്യൂക്കേഷൻ ഇൻ സംസ്കൃത്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ സ്ഥാപിക്കുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ സ്ഥാപിക്കുക എബവ് എഡ്യൂക്കേഷൻ ഇൻ സംസ്കൃത്, അറബിക്കോ പേർഷ്യൻ, അറബിക്കോ സംസ്കൃത ഭാഷയിലോ പേർഷ്യനിലോ ഉള്ള വിദ്യാഭ്യാസത്തിന് മുകളിലാണ് ഇംഗ്ലീഷ് എന്ന് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു, എന്നതിലേക്കായിരുന്നു ഇത് നയിച്ചത് എന്നർത്ഥം. ദ ഫേമസ് ഓർ ഇൻഫേമസ് മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 1835 ഫോമുലേറ്റഡ് ബൈ തോമസ് ബാബിങ്ടൺ മെക്കാലെ, അദ്ദേഹം രൂപപ്പെടുത്തിയ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ, അതിന് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറിപ്പ്, അതിനെക്കുറിച്ചുള്ള കൃത്യമായ രേഖ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അക്കോർഡിംഗ് ടു വിച്ച്, ഈ ഒരു മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ 1835 ഈ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ പ്രകാരം ഗവൺമെൻറ് ഫണ്ട്സ് വുഡ് ബി യൂസ്ഡ് ടു സപ്പോർട്ട് എഡ്യൂക്കേഷൻ, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തപ്പെടും. എന്തിനു വേണ്ടി? വുഡ് ബി യൂസ്ഡ് ടു സപ്പോർട്ട് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇൻ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, അതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വികസിപ്പിക്കുന്നതിന്, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തുക എന്നതായിരുന്നു മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു മിനിറ്റിലൂടെ ലോർഡ് മെക്കാലെ രൂപപ്പെടുത്തിയെടുത്തത്. ആൻഡ് ദ കരിക്കുലം വുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രിവലൻറ്റ് ഇൻ സ്കൂൾസ് ഇൻ ഇംഗ്ലണ്ട്, ഇവിടെ ഇന്ത്യയിലുണ്ടാകുന്ന വിദ്യാഭ്യാസ കരിക്കുലം എന്ന് പറഞ്ഞ പഠന രീതി എന്നുള്ളത് ഇംഗ്ലണ്ടിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതിയോട് തുല്യമായതാവുക എന്നൊന്നു കൂടിയായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളത് ആവണമെന്നുള്ളത്. മെക്കാളെ സോ ദ നീഡ് ടു ട്രെയിൻ എ ഹോസ്റ്റ് ഓഫ് ലോയൽ ഗവൺമെൻറ് സെർവൻസ് ഏബിൾ ടു കണ്ടക്ട് ദ റൊട്ടീൻ ക്ലറിക്കൽ വർക്ക് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജോലി, കൃത്യമായ അതിൻ്റെ ജോലികൾ, ക്ലറിക്കൽ രേഖാപരമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നതിന് വേണ്ട സെർവൻസിനെ കണ്ടെത്തുക, ഗവൺമെൻറ്റിനോട് കൂറ് പുലർത്തുന്ന സെർവൻസിനെ എന്ത് ചെയ്യുക, പരിശീലിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു ലോർഡ് മെക്കാളെ പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. മെക്കാളെ സോ ദ നീഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിനെ ആവശ്യമായിട്ട് കൊണ്ടെന്തിന്, ഈ ലോയൽ ഗവൺമെൻറ് സെർവൻസിനെ വികസിപ്പിച്ചെടുക്കുക, അവരെ ഉണ്ടാക്കിയെടുക്കുക. ടു കണ്ടക്ട് ദ റൂട്ടീൻ ക്ലറിക്കൽ വർക്ക് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓരോ ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി. He felt that since the dialects spoken in India among the natives contain neither literary nor scientific information nor are moreover so poor, അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം, ഇന്ത്യൻ ജനത സംസാരിച്ചിരുന്ന ഡയലക്റ്റുകൾ അത് വളരെ റൂഡാണ്,
അത് among the natives contain neither literary, ഒരിക്കലും അതല്ല സാഹിത്യപരമല്ല, നോർ സയൻറ്റിഫിക് ഇൻഫർമേഷൻ, നോർ ഒരിക്കലും ഒരു ശാസ്ത്രീയപരമായ വിവരങ്ങളും അതിലില്ല. മോർ ഓഫ് പുവർ, മാത്രമല്ല ആ ഡയലക്റ്റുകൾ, ഭാഷകൾ പുവറാണ്, ആൻഡ് റൂഡ്, പരുക്കൻ മട്ടിലുള്ളതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി, കണ്ടെത്തുകയുണ്ടായി. ആൻഡ് ദാറ്റ് അൺടിൽ ദേ ആർ എൻറിച്ച്ഡ് ഫ്രം സം അതർ ക്വാർട്ടർ, അതുകൊണ്ട് തന്നെ അവർ ദേ ആർ എൻറിച്ച്ഡ്, അതിന് സമൃദ്ധമാക്കപ്പെടണം മറ്റൊരു ഭാഗത്തിലൂടെ എന്നർത്ഥം. ഇറ്റ് വിൽ നോട്ട് ബി ഈസി ടു ട്രാൻസ്ലേറ്റ് എനി വാല്യുബിൾ വർക്ക് ഇൻ ടു ദം, ഒരിക്കലും ഈ ഒരു ഭാഷയിലേക്ക് ഏറ്റവും നല്ല വാല്യുബിൾ ഏതെങ്കിലും വർക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതും പ്രയാസമാണെന്ന് അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നർത്ഥം. It was agreed that the intellectual improvement of those classes of the people who have the means of pursuing higher studies can be effected only by the means of some language not vernacular among them. It was agreed, യോജിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ദാറ്റ് ദ ഇൻ്റലക്ച്വൽ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദോസ് ക്ലാസ്സസ്, ഇത്തരം ഇന്ത്യൻ ജനവിഭാഗത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വികാസം എന്ന് പറയുന്നത്, ഓഫ് പീപ്പിൾ ഹൂ ഹാവ് ദ മീൻസ്, അവർക്ക് എന്തുണ്ട്, മീൻസ് ഓഫ് പേഴ്സിങ് ഹയർ സ്റ്റഡീസ്, അവർക്ക് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനുള്ള മാർഗമുള്ള ഈ ആളുകൾ, ഇന്ത്യൻ പീപ്പിൾ, അത് മീൻസ് ഓഫ് പേഴ്സിങ് ഹയർ സ്റ്റഡീസ് ക്യാൻ ബി ഇഫക്റ്റഡ്, അത് നമുക്ക് ഫലപ്രദമാക്കപ്പെടാൻ സാധിക്കുക ഓൺലി ബൈ മീൻസ് ഓഫ് സം ലാംഗ്വേജ്, അത് എന്തിലൂടെ മാത്രമാണ്, ചില ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ്, നോട്ട് വേർണക്കുലർ എമംഗ് ദം, എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള സാധാരണ ലോക്കൽ ഭാഷകളല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവർ ജനങ്ങളെ മുന്നിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചു എന്ത്, ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമേ ഇന്ത്യയിലുള്ള ഈ ജനതയ്ക്ക് ഏറ്റവും ഹയർ സ്റ്റഡീസ്, ഉന്നത വിദ്യാഭ്യാസവും കൃത്യമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയും കണ്ടെത്താൻ കഴിയൂ എന്നുള്ളൊരു ബോധ്യം അവർ ജനങ്ങളുടെ ഇടയിൽ വളർത്താൻ ശ്രമിച്ചു എന്നുള്ള അർത്ഥം, അവർ അഗ്രി ചെയ്തു എന്നർത്ഥം. സച്ച് വാസ് ദ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ്, അതായിരുന്നു ഇംഗ്ലീഷ് പഠനങ്ങൾ അവരിങ്ങോട്ട് കൊണ്ടുവരുന്നതിനുള്ള പ്രധാന ജസ്റ്റിഫിക്കേഷൻ, അവരുടെ ന്യായീകരണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭാഷകളിൽ ഒരു കാര്യത്തെ പഠിച്ചെടുക്കാൻ കഴിയില്ല, പല സാങ്കേതിക വിദ്യകളെയും പല ശാസ്ത്രവിദ്യകളെയും മറ്റുള്ള പല ടെക്നിക്കൽ വിദ്യകളെയും ഒന്നും ഇന്ത്യൻ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചെടുക്കാൻ സാധിക്കില്ല, അതിന് ഇംഗ്ലീഷ് തന്നെ വേണം എന്നുള്ളത് അവർ വരുത്തി തീർത്തു. ദിസ് പാവ്ഡ് ദ വേ ഓഫ് പെർമിയേഷൻ ഓഫ് ഇംഗ്ലീഷ്, ഇത് ഇംഗ്ലീഷ് ഭാഷയുടെ വികാസത്തിന്, വ്യാപനത്തിന് കാരണമായി. ഇംഗ്ലീഷ് കൾച്ചർ ഇൻ ടു ദ മൈൻഡ്സ് ഓഫ് ഇന്ത്യൻ ജനതയിലെ മനസ്സുകളിൽ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമായി, ഇംഗ്ലീഷിൻ്റെ വ്യാപനം വേഗമാക്കുന്നതിന് ഇത് കാരണമായി. ഫോർ ദിസ് ദേ റിസീവ്ഡ് ദ സപ്പോർട്ട് ഓഫ് റിഫോമേഴ്സ് ലൈക്ക് രാജ, ഇതിനു വേണ്ടി അവർക്ക് രാജാറാം മോഹൻ റോയ് പോലുള്ള സപ്പോർട്ടും കിട്ടുകയുണ്ടായി. After decolonization, the first preoccupation of all decolonized countries is to revert to nativistic culture. ഇങ്ങനെ കോളനിവൽക്കരണത്തെ മൊത്തം ഇല്ലാതാക്കിയതിന് ശേഷം, ഡീകോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ കോളനിവൽക്കരണത്തിൽ നിന്ന് മുക്തമായതിനു ശേഷം, ദ ഫസ്റ്റ് പ്രീഓക്യുപ്പേഷൻ ഓഫ് ഓൾ ഡീകോളനൈസ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ആദ്യമായി, ഉദാഹരണം നമ്മൾ ഇന്ത്യ സ്വതന്ത്രമായ പോലെ അങ്ങനെ ഓരോ പല നാടുകളും ഇങ്ങനെ ഇതിൽ നിന്ന് കോളനിവൽക്കരണത്തിൽ നിന്ന് മുക്തമായപ്പോൾ അവരുടെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു, ടു റിവേർട്ട് ടു നേറ്റിവിസ്റ്റിക് കൾച്ചർ, അവരുടെ ആ പ്രാദേശികമായിട്ടുള്ള സംസ്കാരത്തിലേക്ക് എന്ത് ചെയ്യുക, തിരിച്ചു പോവുക, അതിന് തിരിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഇൻ ആഫ്രിക്ക, ഉദാഹരണത്തിന് ആഫ്രിക്കയിൽ ദ കെനിയൻ നോവലിസ്റ്റ് ഗോങ്കി വാ തിയോങ് അഡ്വൈസ്ഡ് എ കംപ്ലീറ്റഡ് ബ്രേക്ക് വിത്ത് ദ കൊളോണൈസേഴ്സ് ലാംഗ്വേജ്. അദ്ദേഹം പറഞ്ഞത്, കെനിയൻ നോവലിസ്റ്റായിട്ട് ഗോങ്കി പറഞ്ഞതാണ് കംപ്ലീറ്റ് ബ്രേക്ക്, പരിപൂർണമായും ഒട്ടൊഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തിന്, കൊളോണൈസേഴ്സിൻ്റെ ഭാഷയെ. ആൻഡ് അബോളിഷൻ ഓഫ് ഓൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്, അദ്ദേഹം പരിപൂർണമായി എടുത്തൊഴിവാക്കാൻ ആവശ്യപ്പെടുന്നത് ഓൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, എല്ലാ തരത്തിലുള്ള ഇംഗ്ലീഷ് വിഭാഗങ്ങളെയും. ദ അൾജീരിയൻ ഫ്രീഡം ഫൈറ്റർ ഫ്രാൻസ് ഫാനൻ ഓൾസോ ഡിമാൻഡഡ്, അത് മറ്റൊരു അൾജീരിയൻ ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള ഫ്രാൻസ് ഫാനൻ എന്തായത്, അദ്ദേഹം ആവശ്യപ്പെട്ടത് ദ എൻഡ് ടു ദ വയലൻസ് ഓൺ ദി നേറ്റീവ് ലാംഗ്വേജ്, അദ്ദേഹം അങ്ങേയറ്റം ആവശ്യപ്പെട്ട എന്താണ്, അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ടു ദ വയലൻസ് ഓൺ ദി നേറ്റീവ് ലാംഗ്വേജസ്, പ്രാദേശിക ഭാഷകൾക്കെതിരെയുള്ള വയലൻസ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷകളെ സ്വീകരിക്കുന്നതിനാണ് അദ്ദേഹം എന്ത് ആവശ്യപ്പെട്ടത്. ദ ഇന്ത്യൻ നോവലിസ്റ്റ് രാജാറാവു ഹാഡ് ലാമെൻറ്റഡ്, ഇന്ത്യൻ നോവലിസ്റ്റ് ആയിട്ടുള്ള രാജാറാവു അദ്ദേഹം വിലപിച്ചത് എന്താണ്, ദ ഡിഫിക്കൽട്ടി ഓഫ് ക്യാപ്ചറിങ് ദ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദ ഹാർട്ട് ഇൻ എ ലാംഗ്വേജ് നോട്ട് അവർ ഓൺ,
അദ്ദേഹം പറഞ്ഞത് വിലപിച്ചത് ലാമെൻറ്റഡ് ഓൺ ദാറ്റ് ഡിഫിക്കൽട്ടി ഓഫ് ക്യാപ്ചറിങ് ദ ഇമോഷൻസ്, എങ്ങനെ നമുക്ക് വികാരങ്ങളെ, മനസ്സിൻ്റെ ഫീലിങ്ങുകൾ ഉണ്ടാക്കാൻ സാധിക്കും, ഓഫ് ദ ഹാർട്ട്, മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ, ഇൻ എ ലാംഗ്വേജ് നോട്ട് വൺസ് ഓൺ, നമ്മുടെ സ്വന്തമല്ലാത്തൊരു ഭാഷയിൽ എങ്ങനെ നമ്മുടെ വികാരങ്ങളെ, ഫീലിങ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം വിലപിച്ചത്. എന്ന് പറഞ്ഞാൽ അത് നമ്മുടേതല്ലാത്ത ഭാഷ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇംഗ്ലീഷ്. റീസെൻറ്റ് റൈറ്റേഴ്സ് ലൈക്ക് സൽമാൻ റുഷ്ദിയെ പോലുള്ള ഈ അടുത്ത കാലത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എഴുത്തുകാർ യൂസ്ഡ് എ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്, പല മിക്സ്ഡ് ആയിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ അവർ നടത്തി. ഹൈബ്രിഡ് വെറൈറ്റി മീൻസ് സങ്കര ഇനം ഭാഷ എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഹിന്ദിയും ഇംഗ്ലീഷും മിക്സ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ മലയാളം ഇംഗ്ലീഷും മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു മിക്സ്ഡ് ഭാഷാ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും എഴുതി മലയാളത്തിലും എഴുതി എന്നതാണ് ഇപ്പോൾ അവരോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൽമാൻ റുഷ്ദിയെ പോലുള്ള അവർ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ് ഉപയോഗിച്ചു, മിക്സിങ് ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹിന്ദിയുമായിട്ട് ഇംഗ്ലീഷെ മിക്സ് ചെയ്ത്, ആൻഡ് ബോളിവുഡ് ആൻഡ് ഇന്ത്യൻ മിത്സ്, ബോളിവുഡിനെയും ഇന്ത്യൻ മിത്സുകളൊക്കെ മിക്സ് ചെയ്തുകൊണ്ട്, ദസ് ഇഫക്റ്റിംഗ് വാട്ട് ഹി കോൾസ്, അത് ഏതൊരു ഫലം, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കാര്യത്തെ വിളിക്കപ്പെട്ടതെന്താണ്, ചട്നിഫിക്കേഷൻ പ്രോസസ്. അപ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട്. ചട്നിഫിക്കേഷൻ മീൻസ് എ വേ ഓഫ് നാറ്റിവൈസിങ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷിനെ നമ്മുടെ പ്രാദേശികവൽക്കരിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്, ചട്നിഫിക്കേഷൻ. മേക്കിംഗ് ഇറ്റ് ഇൻഡിജീനിയസ് മീൻസ് സാധാരണ പ്രാദേശിക ഭാഷ പോലെ ഇംഗ്ലീഷിനാക്കി മാറ്റുക എന്നർത്ഥം. ഉദാഹരണത്തിന് നമ്മൾ മലയാളത്തിലും ഇതിലൊക്കെ മലയാളത്തിൽ ഇംഗ്ലീഷിനെ കൊണ്ടുവരിക, അതേപോലെ ഒരു മിക്സിങ്, യൂസ് ഓഫ് മിക്സ്ഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലാംഗ്വേജസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ കമലാസുരയ്യ എഴുതിയതുപോലുള്ള, അങ്ങനെ ഇപ്പോൾ സൽമാൻ റുഷ്ദിയെ കുറിച്ച് പറഞ്ഞ പോലെ മലയാളത്തിലുള്ള ഒരു എഴുത്തുകാരിയാണ് കമലാസുരയ്യ. വേ ഓഫ് നാറ്റിവൈസിങ് ഇംഗ്ലീഷ്, മേക്കിംഗ് ഇറ്റ് ഇൻഡിജീനിയസ് എന്നർത്ഥം. ഇംഗ്ലീഷ് ഭാഷയെ പ്രാദേശികമാക്കി മാറ്റുക എന്നർത്ഥം. എ ഡിസിപ്ലിൻ ഓഫ് ക്രിറ്റിസം നെയ്മഡ് നേറ്റീവിസം, ക്രിറ്റിസത്തിൻ്റെ ഒരു വിഷയമായിട്ടുള്ള നേറ്റീവിസം റെസിസ്റ്റസ് കൊളോണിയൽ കൾച്ചർ, അവർ പ്രതിരോധിക്കുന്നുണ്ട് ഇതിനെ, കൊളോണിയൽ സംസ്കാരത്തെ, ത്രൂ ദ പ്രൊമോഷൻ ഓഫ് നേറ്റീവ് കൾച്ചർ, അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പ്രാദേശിക സംസ്കാരത്തെ, ഇൻക്ലൂഡിങ് ലാംഗ്വേജ്, ഭാഷ അടക്കം. അതേഴ്സ് ലൈക്ക് ഡെറക് വാൽക്കോട്ട് സബ്സ്ക്രൈബ് ടു ബൈലിംഗലിസം, ഡെറക് വാൽക്കോട്ടിനെ പോലുള്ള ആളുകൾ അവർ ചേർത്തത് എന്താണ്, ബൈലിംഗലിസം എന്ന് പറഞ്ഞാൽ ദ്വിഭാഷാ പ്രയോഗം എന്നർത്ഥം. ഇൻ ദ പോയം, ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ കവിതകളിലെ എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക, വിച്ച് ഈസ് നൗ ആൻ ആക്സെപ്റ്റബിൾ ഫീച്ചർ, അതൊരു ബൈലിംഗലിസം എന്ന് പറഞ്ഞൊരു ദ്വിഭാഷ, രണ്ട് ഭാഷ പ്രയോഗിക്കുക എന്ന് പറഞ്ഞത് ഒരു ആക്സെപ്റ്റബിൾ, ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളൊരു ഘടകമാണ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ കൾച്ചർ, കോളനിവൽക്കരണത്തിന് ശേഷം ഉണ്ടായ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയും ഹിന്ദി ഭാഷയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയും മറ്റേതെങ്കിലും പ്രാദേശിക ഭാഷകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള എഴുത്തിൻ്റെ രീതി എന്നർത്ഥം. നേറ്റീവ് ലാംഗ്വേജസ് ലേൺ ആൻഡ് അഡാപ്റ്റ് ഫ്രം ഇംഗ്ലീഷ് വൈൽ ഇംഗ്ലീഷ് ഓൾസോ ഗെറ്റ്സ് നേറ്റീവ് ഭാഷകൾ പലതും, ഉദാഹരണം മലയാളം പോലുള്ള നേറ്റീവ് ലാംഗ്വേജസ് ലേൺ ആൻഡ് അഡാപ്റ്റ് ഫ്രം ഇംഗ്ലീഷിൽ നിന്ന് പലതും പഠിക്കുകയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വൈൽ ഇംഗ്ലീഷ് ഓൾസോ ഗെറ്റ്സ് നേറ്റീവൈസ്ഡ്, ഇംഗ്ലീഷും പലതും നേറ്റീവൈസ് ചെയ്യപ്പെടും, പ്രാദേശികവൽക്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത്, ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് പറയാനുള്ളത്. ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഈ പാഠഭാഗങ്ങളിൽ സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിക്കാം. നമുക്ക് ഇനി തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂളിലെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലുണ്ടാവാം.